സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. പലിശ നിരക്കായ 10% നിന്ന് സർക്കാർ സബ്സിഡി 3%, KFC റിബേറ്റ് 2% കുറച്ച് 5% നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത്. വായ്പാ പരിധി 2 കോടി രൂപയാണ്. നിലവിലെ വായ്പാ കാലാവധി 5 വർഷമാണ്. ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1374 വനിതാ സംരംഭകരുണ്ട്. പദ്ധതിയിലൂടെ ഇതിനകം 87,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ 46 കോടി 60 ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ 25 കോടി 81 ലക്ഷം രൂപ KFCയും ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. സാർ, സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കും പ്രവാസികൾക്കും വനിതകൾക്കും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ വലിയ കൈത്താങ്ങാണ് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി മുഖേന എത്ര സംരംഭങ്ങൾ ഇനിയും ആരംഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, 500 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന കണക്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 സംരംഭങ്ങൾ തുടങ്ങാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംരംഭകരെ കൂടാതെ ഓരോ സ്ഥാപനത്തിൽ നിന്നും ശരാശരി 5 പേർക്ക് പ്രത്യക്ഷമായും 10 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിക്ക് ലഭ്യമായ ദേശീയ അംഗീകാരം എന്തെന്ന് വിശദമാക്കാമോ? ബഹുമാനപ്പെട്ട CM. സർ, പദ്ധതികൾക്ക് സാധാരണഗതിയിൽ നല്ല അംഗീകാരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിഭാഗത്തിൽപ്പെട്ട 50 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും NRK പട്ടികജാതി പട്ടികവർഗ വനിതാ വിഭാഗത്തിൽപ്പെട്ട 55 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും വിമുക്ത ഭടന്മാർക്ക് വയസ്സിന് പരിധിയില്ലാതെയുമാണ് ആനുകൂല്യം ലഭ്യമാവുക. ഇത്തരമൊരു പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതും നല്ല രീതിയിൽ അംഗീകാരം ലഭ്യമായതുമാണ്. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, ഈ പദ്ധതിയുടെ ചെലവിൻ്റെ എത്ര ശതമാനം തുക വായ്പയായി അനുവദിക്കും? അതോടൊപ്പം തന്നെ വായ്പയുടെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട CM. ഇതിൽ പദ്ധതി ചെലവിൻ്റെ 90% തുക വായ്പയായി അനുവദിക്കുന്നതാണ്. 5 വർഷമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. ശ്രീ ലിൻഡോ ജോസഫ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ ഇതിനോടകം തന്നെ 2963 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും അതിൽ 1374 വനിതകളാണ് സംരംഭകർ എന്നതും ഈ പദ്ധതിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് വിളിച്ചു തോന്നുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അതോടൊപ്പം സബ്സിഡിയിൽ വലിയ കുറവ് വരുത്തി പലിശ കൂടുതൽ കുറവ് നൽകി ഈ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, പദ്ധതിക്ക് നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഭാവി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് കാലത്തിന് വിടാം നമുക്ക്. ഏതായാലും അതിനോടൊന്നും ഒരു നിഷേധാത്മക സമീപനം സർക്കാരിനില്ല. ശ്രീ A. പ്രഭാകരൻ. സർ, ഈ പദ്ധതിയുടെ ആനുകൂല്യം സ്റ്റാർട്ടപ്പുകൾക്കും നൽകുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം.
യെസ്. സർ, സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ 51 ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾക്കായി 69 കോടി രൂപ ഇതിനകം നൽകിയിട്ടുണ്ട്. 2026-27ലേക്കും ഇതേ രീതിയിൽ സഹായം നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.